ഇസ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു കുറഞ്ഞ വിലയ്ക്ക് 20 രൂപയുള്ളൂ കേട്ടോ ഈ ഒരു ചട്ടിക്ക്. ചെടിച്ചട്ടിയാണ്. ശരി, നമുക്ക് ചെടി പച്ചക്കറിയൊക്കെ നടാൻ പറ്റും. അങ്ങനത്തെ ഒരു ചട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ചെടി എൻ്റെ മുറ്റത്ത് മുളച്ചുണ്ടായ ഒരു ചെടിയാണ്, അത് ഇതിലേക്ക് മാറ്റി പിന്നെ അതിനെ ഒന്ന് ഉഷാറാക്കി നടാൻ പോവാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ അതിൻ്റെ അടിയിൽ കുറച്ച് കരിയിലിടുക. എന്ത് സാധനം ഇതിൽ നടുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ അടിയിൽ കരിയില ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ, ചെമ്മല എന്നൊക്കെ പറയും ഞങ്ങളവിടെ, ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. കരിയില ഏകദേശം അതിൻ്റെ ഒരു പകുതി കണ്ടിട്ട് നമ്മൾ കരിയിലിടണം. കരിയിലിട്ടിട്ട് പകുതിയോളം കരിയിലിട്ട് വെക്കുക. ശേഷം നമ്മളിതിൻ്റെ മുകളിൽ ഏകദേശം നിറച്ചെന്ത് ചെയ്യുക, മണ്ണ് നടുക. അതിലുള്ള ഈ ചരലുകൾ കല്ലുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പെറുക്കി മാറ്റുക കേട്ടോ. നല്ല മേൽമണ്ണ് തന്നെ എടുക്കാൻ ശ്രമിക്കുക, കഴിവിൻ്റെ പരമാവധി മേൽമണ്ണ് തന്നെ എടുക്കുക. മേൽമണ്ണ് തന്നെ എടുത്തിട്ട് ഞാൻ നല്ല വളമുള്ള മണ്ണ് തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ കുഴിച്ചിടുമ്പോൾ സാധാരണ ഇതിനകത്ത് നമുക്ക് ചാണകപ്പൊടി ഇതൊക്കെ വേപ്പിമണ്ണൊക്കെ ചേർത്തിട്ട് വേണം നടാൻ. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഇങ്ങനെ നടാൻ പോകണം. ഇങ്ങനെ നട്ടാൽ തന്നെ ശരിക്കുണ്ടാവും. ഇവിടെ കാണുന്ന ഈ ചെടിയാണ് നമ്മൾ പറിച്ചിട്ട് ഇതിൽ നടാൻ പോകുന്നത്. ഇതൊരു നല്ല ചെടിയായിട്ട് എനിക്ക് തോന്നി. ഇത് ശരിക്കും നല്ല ബുഷായിട്ട് ഉഷാറായിട്ട് ഉണ്ടാവും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇതിൻ്റെ പേരറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ. വേരോടെ ഞാൻ പറിച്ചെടുത്ത് നോക്കുമ്പോൾ അത്യാവശ്യം വണ്ണമുള്ള വേരൊക്കെ ഉണ്ട്. പക്ഷേ ഈ അടിവേര് പൊട്ടിപ്പോയിട്ടോ. എന്നാലും ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമുക്ക് അങ്ങനെ നട്ടു നോക്കാം. ഓക്കെ, ഒരു കുഴി എടുക്കുക, എന്നിട്ട് വല്ലതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അടിവേരിന് നമ്മൾ താഴോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ വെല്ലം അങ്ങ് വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ ചെടി ചട്ടിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കേ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ പൊന്തി നിൽക്കുന്ന ഈ ശിഖരങ്ങളൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണം. ഇപ്പോൾ ഒന്നും ചെയ്യരുത്. ഇപ്പോൾ വെയിലത്ത് വെക്കാതെ തണലുള്ള സ്ഥലത്ത് വെക്കുക. ഞാൻ തൽക്കാലം ഇവിടെയാണ് വെക്കുന്നത്. ഇത് നമ്മളുടെ ഗപ്പിക്കുഞ്ഞുങ്ങൾ വളർത്തുന്നുണ്ട്, അതിൻ്റെ ഒരു പാത്രമുണ്ട്, അതിൽ ഗപ്പികളുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിലെന്തെങ്കിലും പോരായ്മകൾ മാറ്റങ്ങൾ വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റുകൾ എഴുതാനും ഒന്നും ആരും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.